ഇവിടെ ആരുമില്ല. ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? കുട്ടിയെപ്പോ വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞാലേ. സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലേ തൊട്ടുള്ളതാ. ശ്വാസമുട്ടണ്ടിയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാ. താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നത് ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്നതാ. ചെർപ്പളശ്ശേരിയിൽ എവിടെയാ വീടുന്ന പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല. ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണ് ആ ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ. ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ? ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തുമ്പപ്പൂവിന്റെ നിറം, നല്ല നീണ്ട കണ്ണുകൾ, മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി, തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരവും. നമ്മൾ ഈ MTയുടെ ഒക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മണിക്കുട്ടിയോ നന്ദിനിയൊക്കെ പോലുണ്ട്. ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് 25 കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി. ഇനി വൈകിക്കണ്ട. ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പ ചോദിച്ചാൽ മതി. റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, കോടീശ്വരനായ സേട്ടുവിന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്. അസൂയപ്പെട്ടത് കാര്യമില്ല. അത് നിന്റെ നാവിന്റെ മിടുക്ക്. എടാ, ലൈസൻസ് ഇല്ലാത്തൊരു നാവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്ക് എന്ത് സാധിക്കാം? എങ്കിലും എന്തുകൊണ്ട് നിനക്ക് സാധിക്കുന്നില്ല? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കണം ആഗ്രഹമുള്ളതുകൊണ്ട്. അത് മുടൻ തന്നെയാണ്. എടാ, ലൈഫിൽ എന്തിനൊരു ത്രില്ലുണ്ടാവണം. എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരീംഭായ്, എടാ, ലൈഫിൽ എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. ഞാൻ പിടിച്ചു കൊടുക്കും. വിഷ്ണു, നീ എന്താ വറാത്ത രാവിലെ കോയിലെ പിടിക്കാൻ നടക്കണേ? മൊയിലാരെ കേൾക്കാൻ നടക്കണേ? തും ചാലു കറോ. കരിമ്പായ എന്താ അവിടെ? ഇന്ന വഴിക്ക് നടന്നൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുമ്പായിര്. ഇത് നമ്മളെ ബിസിനസ് അല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ അന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചോണ്ട് പോവാൻ. വൈകുന്നേരം ഞാൻ പിരിവിലിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു കിട്ടാൻ. അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ച് മേടിച്ചെടുക്കണേന്ന് അറിയോ? ഈ 2 അൽശേഷന്മാരെ തീറ്റയും കൊടുത്ത് കൊണ്ടിരിക്കണേ വെറുതെ ഏറ്റാൻ. ഒന്ന് കണ്ണുർച്ചാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛ ആത്മീയ. തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കോരായാലും മുമ്പായില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി. പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാലയ രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരീംഭായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ട് 10-2000 ഉറുപ്പ്യനോട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരാവില്ലട്ടോ. അവന് ഈ അൽസേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യിക്കായിരുന്നില്ല കരിമ്പായി? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോൾ പൊടിക്കൂല. നന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല. ആ തല വരെ പിരിവെടുക്കണം. ചലോ. इसके लिए कैसे शुक्रिया अदा करो दोस्त? कितना हुआ भाई? 5 रुपए. सिर्फ 5 रुपए. 5 रुपए भाई. शुक्रिया. ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി. ഗുഡ് ഈവനിങ്. മാറ്റൻ വിളിച്ചത്? ഒരു നിമിഷം എന്റെ മുറിയിലേക്കൊന്ന് വരൂ.
ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്രന്റെ വിവാഹ വാർഷികം. എങ്ങനെ മനസ്സിലായി? രാവിലെ മേട്രൻ പറഞ്ഞിരുന്നു, സ്വീറ്റ്സും തന്നു. യെസ് യെസ് 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫൈൻ തേഴ്സ്ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഐ വാസ് സ്വീറ്റ് 17. ഞാൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് ആ നല്ല നാളുകൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഗോഡ് വാസ് ക്രേസി. മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്രൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, 6 മാസം കഴിഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു എന്നും പിന്നെയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ജീവിക്കണമെന്നൊക്കെ. യു ആർ റൈറ്റ്. ആ ഓർമ്മകളുമായി ഞാൻ ഇപ്പോഴും ജീവിക്കുകയാണ്. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? ഞാൻ റൂമിലേക്ക് പോട്ടെ മാഡം, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. 1 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. മിസ്സസ് അച്ചാമ്മയുടെ വാച്ച് ഉണ്ടല്ലോ? ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 7:20. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് 7 o'clock ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന്. ബട്ട് യു ഓൾവേസ് നെഗ്ലക്ട് മൈ വേർഡ്സ്. എന്ത് ചെയ്യാനാ മാഡം, ഓഫീസ് വിട്ട് ഈ തിരക്കില് ഇലക്ട്രിക് ട്രെയിൻ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഈ സമയാവും. അതൊരു എക്സ്ക്യൂസ് അല്ല, ഇതൊരു സ്ഥാപനമാണ്. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. Otherwise you can find out a better place. Okay? എന്റെ തിരുമുൽപ്പാടെ, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടാണ് ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമോന്തനും ഒരു സ്മൈലാ. വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ 2 അൽസേഷന്മാര്. 10 ഓംലറ്റല്ലേ 2 ആൾക്കും. ആ ദോശ എത്ര വെച്ച് വേണ്ടി വരും? അതും കൂടെ ഒരു പോപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ. ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ കരിമ്പായി. ഇവരെ മുമ്പിലെടുത്തല്ലേ ഞാൻ നടക്കണേ. ഒരു നോക്കിച്ച് പൂട്ടാൻ 2 എണ്ണത്തിനെയും അല്ലാണ്ടെന്തിനും കൊള്ളാം. കളുതകളാണ് രണ്ടും, എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവര് സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് തെറ്റ്. പിന്നെ അല്ലാതെ കരിമ്പായി അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. പുസ്തകം വെക്കണോ, പുസ്തകം വെക്കണോ. കരിമ്പായി എന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും പഠിച്ചു നടക്കുന്നു. അയ്യോ, ഞാനും 2 ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് നടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തേക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ. എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്. നീ തരാനുള്ള കാശെടു. കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഒന്ന് വിടാൻ പറയാവരോട്. ചോടോ. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇവിടുന്ന് തിന്നെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോ നിനക്ക്? എല്ലാവരെയും നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് സേട്ടുവിന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ ചിരിക്കല്ലേ. എടാ ഇലനക്കി നായയുടെ കിരിനക്കി നായ വരുത്. വെക്കട പൈസ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് ദേഗാ, തുമാരാ പൈസ ദേഗാ, തുമാരാ പൈസ ദേഗാ और തുമാരാ भी ദേഗാ. എനിക്ക് ഒരു നല്ല കാലം വരും. एक दिन हम बब्बे का राजा बनेगा. ഇന്ന് ചെലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു ഓംലെറ്റ് അടിക്കുന്ന ഉൾപ്പെടെ. എന്നാ ഡബിൾ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. നേരത്തെ പറഞ്ഞില്ലേ കാല് പൊറോട്ട് വെച്ചിട്ട്? അത് തേയ് തേയ് തിതി തേയ്. ചേച്ചി ഒന്ന് കാണിച്ചതാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. എന്താടാ പൊട്ട? फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट. वाह वाह, जवाब नहीं.
बहुत मजा आया। और तीसरा प्रोग्राम था उषा उदुप का वो वेस्टर्न म्यूजिक, एकदम फर्स्ट क्लास। That I loved him so till he went away. Excuse me. ബോറടിക്കണ്ടല്ലേ? നീ എന്തായി ഫസ്റ്റ് ലൈൻ കഴിക്കാത്ത? മധുരയില്ലേ? നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തോലക്കി. എനിക്ക് പോയിട്ട് വരെ പണിയുള്ളത്. വെയിറ്റ് ചെയ്യ്, ഒരു മാറ്റർ ഉണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായല്ലോ. ആയല്ലോ, ഒരു അരമണിക്കൂറുണ്ട്. ഒരു അർജന്റ് മാറ്റർ ആണ്. നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയൂ. വെയിറ്റ് ചെയ്യ് പ്ലീസ്. By the by, you like cricket? Yeah. How about you? Me too. I like cricket very much. Cricket तो मेरे लिए जिंदगी है. वो कल का क्रिकेट मैच टीवी पे देखा? हाँ. वाह वाह, कपिल देव का जवाब नहीं था. क्या मार रहा है यार. हमसे पूछेगा तो हम बता देंगे कपिल देव सबसे अच्छा प्लेयर है. कपिल देव का क्या बैटिंग है, क्या बॉलिंग है, क्या फील्डिंग चाहिए सब. और कुछ चाहिए? नहीं. नहीं, बिल लाओ. Excuse me, एक मिनट. നിനക്ക് ബോറടിക്കില്ലല്ലോ? രാജേന്ദ്ര വെറുതെ മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കരുത്. മാറ്റർ എന്താന്ന് വെച്ചാൽ പറ. ഇനി മാറ്റർ പറയാനായി. ഒരു മിനിറ്റ്. दे दो. नहीं, आज मेरा ट्रीट है. बाप रे, मेरा पर्स किधर गया? वो പറഞ്ഞ അവന്റെ കൊടുത്തല്ലോ. क्या? मैं पर्स उसको दिया था. एक मिनट. നിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അളിയ ചതിക്കരുത്, എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഇപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്നു. നീ എന്ത് അതിന് അവിടുന്ന് വരാൻ ഇറങ്ങുമ്പോ നീ കാശെടുത്ത് പോക്കറ്റിൽ ഞാൻ കണ്ടല്ലോ. ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്ലീസ് ചവിട്ടു. ഞാൻ ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ തൽക്കാലം പ്ലീസ്. നക്കി നാറി നായേ. അതെല്ലാം ഞാനാണ് സമ്മതിച്ചു. താങ്ക്സ്. हाँ, ये बिल का अमाउंट और ये 10 रुपया तुम्हारा टिप. യുവർ ടിപ്പ്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ രണ്ടിനെ ചവിട്ടി പുറത്താക്കി ഞാൻ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഹാര? 10 രൂപ ടിപ്പ് കൊടുക്കണം. ഇവരാരാ? ദുബായ് ഷേഖിന്റെ മോനോ? ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാവിഷായിട്ട് ചാപ്പാടിക്കും. നീ നൊക്കെയാണെന്ന് വെച്ച് എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടല്ലടാ നീ. നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ല്. അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിന് അവിടെയുള്ള സമാധാനം ഇവിടെ വന്ന ഇടാ ഞാൻ എന്ത് പഴിച്ച്? ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശിൽ വെക്കേണ്ട കാര്യം എന്താ? നിനക്കറിയോ ഇവന് എനിക്ക് എത്ര കാശ് തരാനുള്ളതെന്ന്? ഇവനെന്താ ശമ്പളം കിട്ടുന്നില്ലേ? കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ച് തരും. ചുപ്പയോ, ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ. എന്റെ തൊഴിൽ തൊട്ട് കളിക്കരുത്. നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചാണ്. കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടിമുഷ്ടി കഴിഞ്ഞുകൂടുക. പോരാത്തൻ അച്ഛന് കേസ് നടത്താൻ മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും. ഇവരുടെ ദണ്ണം വല്ല അറിയോ? നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണ മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം. നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും. മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചേ പറ്റൂ. സിഗരറ്റ് ഉണ്ടോ കയ്യില്? എന്റെ ഒരു 10 രൂപ ഇങ്ങനത്തെ. സുധാര, പണം ഇന്ന് വരും നാളെ പോവും. പക്ഷെ നമുക്ക് വലുത് പണമാണ്. എടാ ഞാൻ ഇല്ലണ്ട് മേടിക്കാൻ വെച്ചിരുന്ന കാശാണത്. ഹലോ, ഇന്ന് ഞായറാഴ്ച ഓഫീസിലോ? പിന്നെ അങ്ങോട്ട് രാമേട്ടന്റെ വീട്ടിലേക്കാ. ഞാനും അങ്ങോട്ടേക്കാ. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? അതൊന്നും നോക്കിയേ. എന്തിനാന്ന്? അങ്ങോട്ടൊന്നും ഒന്ന് നോക്കാൻ. അച്ഛനിപ്പോ വരാം, ഒന്ന് തിരിക്കില്ലേ? കണ്ടോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള വരവ് കണ്ടോ? അതെന്താ, അവർക്ക് ഒരുമിച്ച് വരാൻ പാടില്ലേ? അതല്ലെന്നേ, നല്ല ചേർച്ച. അത്രക്ക് ചേർച്ചയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ. നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂലല്ലോ. നല്ല കാര്യങ്ങളൊക്കെ നിന്റെ തലേന്നുള്ള പൊട്ടി മുളയ്ക്കണത്. അതാണല്ലോ എന്റെ ഈ വിജയരഹസ്യവും. അതെ, വിഷ്ണുവിനെ കൊണ്ട് നമുക്ക് അരുന്നതേ കല്യാണം കഴിപ്പിച്ചാലോ? അതെ, അത് നീയും ഞാനും തീരുമാനിക്കേണ്ട കാര്യമല്ല. രണ്ടുപേർക്കും കാരണവന്മാരുണ്ട്, അവരായിക്കോളും.
അയ്യോ ഞങ്ങൾ ഒന്നിച്ചല്ല വന്ന്. ഞാനിന്ന് ഓഫീസ് അവധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രാമേട്ട കാണാലോ എന്ന് വിചാരിച്ച് ബസ്സിൽ വന്നപ്പോ ഞാൻ വന്നപ്പോഴാണ് ഈ കുട്ടി അതിലിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങളെ. ആ ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ വരുമ്പോൾ കണ്ടതാ. അപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്നിച്ച് വന്നു. സിന്ധുവിന് അല്ല തനിക്ക് ഡാൻസ് പഠിക്കേണ്ട കാര്യം ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് പഴയ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? അമ്മ എപ്പോഴും വഴക്ക. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും എഴുതി കൊടുന്നും പറഞ്ഞു. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് മാസത്തിൽ ഒന്ന് പോലും. സത്യത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഈ ബോറ് പരിപാടി. എടാ നീ ഇത് എത്ര എഴുതും? എന്നും കാണുന്നുണ്ടല്ലോ. ദിവസത്തിൽ മിനിമം ഒരു കത്ത്. അതാണ് അവളുടെ ഒരു കണ്ടീഷൻ. എന്റെ അമ്മയെ ദിവസേന ഓരോ കത്തോ? എനിക്കും ഇഷ്ടമായി എഴുതാൻ. വൈഫിന്റെ പ്രധാന ജോലി പോസ്റ്റ്മാനെ കാത്തു നിൽക്കല. അന്യ നാട്ടിലൊന്ന് കഷ്ടപ്പെടുമ്പോ നമുക്ക് ഇതല്ലേ ഉള്ളു വിഷ്ണു ഒരു ആശ്വാസം. എന്നാൽ എന്താടാ ഇത്രയൊക്കെ എഴുതാൻ? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആവുമ്പോ തനിക്കും എന്റെ സെന്റിമെന്റ്സ് മനസ്സിലാവും. എങ്ങോട്ടേ തള്ളണേ? കളിക്കരുത്. എന്റെ കട്ടിലേക്ക് കിടന്നിട്ട് എങ്ങനെ തന്നെ ചവിട്ടി പുറത്താക്കുന്നുടാ ശോഭമേ. എടാ ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ ഒറ്റത്തടി അങ്ങനെ കഴിയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? വല്ലതും ഒത്തു വന്നിട്ടുണ്ടോ? ഒത്തുവരും. എന്റെ കാര്യമൊക്കെ ഭാര്യയ്ക്ക് എഴുതാറുണ്ടല്ലോ അല്ലേ? പിന്നെ എങ്കിൽ ഇതും കൂടി എഴുതിക്കോ. വിഷ്ണുവിന്റെ ജീവിതത്തിൽ സുപ്രധാനമായൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ആരാ കക്ഷി? സമയമുണ്ട്, പറയാം.